السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله. أعوذ بالله من الشيطان الرجيم بفضل بسم الله الرحمن الرحيم. وأن المساجد لله فلا تدعوا مع الله أحدا وأنه لما قام عبد الله يدعوه كادوا يكونون عليه لبدا. قل إنما أدعو ربي ولا أشرك به أحدا. وقال نبينا وحبيبنا محمد صلى الله عليه وسلم إن من الناس مفاتيح للخير مغاليق للشر وإن من الناس مفاتيح الشر ومغاليق للخير فطوبى لمن جعل الله مفاتيح الخير على يديه وويل لمن جعل الله مفاتيح الشر على يديه. അല്ലാഹുവിൻ്റെ പ്രിയപ്പെട്ട അടിമകളെ, സഹോദരങ്ങളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹീതമായി ജുമുഅ ദിവസത്തിന്റെ മുഴുവൻ ഫളലുകളെയും കരഗതമാക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ നിമിഷം വരെയും ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളെയും റഹ്മാനായ റബ്ബ് അവന്റെ മഹല് ഫളല് കൊണ്ട് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടകാല ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും നാഥനായ റബ്ബിനെ വഴിപ്പെട്ട് ഇതാഅത്ത് ചെയ്ത് ജീവിക്കാൻ അല്ലാഹു അവസരം തരട്ടെ. നമ്മയും ലോക മുസ്ലിമീങ്ങളെയും എല്ലാ തരത്തിലുള്ള ഫിത്ന ഫസാദുകളിൽ നിന്നും അല്ലാഹു കാക്കുമാറാകട്ടെ. വിശിഷ്യ വീണ്ടും നമ്മുടെ നാടും സമൂഹവും ഒക്കെ ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രവാസ രാജ്യങ്ങൾ ആശങ്കയിലാകുന്ന അടുത്ത യുദ്ധത്തിന്റെ വാതായനം തുറക്കപ്പെട്ട് കഴിയുമ്പോൾ എത്രയും വേഗം അത് കൊട്ടി അടയ്ക്കപ്പെടുകയും അതിൻ്റെ എല്ലാ ഷർറുകളെ തൊട്ടും നമ്മയും ലോകത്തെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആഖിർ സമാനിൽ വിജയം ലഭിക്കപ്പെടുന്ന സജ്ജനങ്ങളിൽ അവരെയും നമ്മയും എല്ലാവരെയും അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, മുൻകഴിഞ്ഞ ആഴ്ചയിൽ നാം സംസാരിച്ചു തുടങ്ങിയത് അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ പള്ളികളെ കുറിച്ചാണ്. റഹ്മാനായ റബ്ബിന്റെ ഭൂമിയിലെ പരിപാവനമായ ഭവനങ്ങളാണ് പരിശുദ്ധമായ പള്ളികൾ. ആ പള്ളികളുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കേറെ പ്രസക്തിയുള്ള സന്ദർഭമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ മഹലിന്റെയും പള്ളിയുടെയും അനുബന്ധ ദീനീ സ്ഥാപനങ്ങളുടെയും പരിപാലനവും ഭാവി കാര്യങ്ങളെക്കുറിച്ചുമെല്ലാമുള്ള ചർച്ചകൾ നടക്കുമ്പോൾ വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ആധാരമാക്കിക്കൊണ്ട് ആ വിഷയത്തിലെ ആധികാരികമായ ചർച്ചകളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കപ്പെടുക എന്നത് ഏറെ പ്രസക്തമാണ്. ഭൗതികമായ താല്പര്യങ്ങൾക്കപ്പുറം അനന്തവിശാലമായ പരലോക ജീവിതത്തിന്റെ രക്ഷയ്ക്ക് ഏറ്റവും സഹായകമാകുന്ന ഒന്നാണ് അനുഗ്രഹീതമായ പള്ളികൾക്ക് വേണ്ടിയിട്ടുള്ള ഖിദ്മത്തും അതിന്റെ പരിപാലനവും. ആത്മാർത്ഥവും സത്യസന്ധവും ഇഖ്ലാസും മുൻനിർത്തിക്കൊണ്ടാണ് പള്ളിയുടെ പരിപാലനത്തിൽ വ്യാപൃതരാകുന്നത് എങ്കിൽ
അനിർവചനീയമായ പ്രതിഫലങ്ങളാണ് അവന്റെ മുമ്പിലേക്ക് കൊണ്ടുവരപ്പെടുന്നത് എന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സുന്ദരമായ വാഗ്ദാനമാണ്, സന്തോഷങ്ങളുടെ സുവാർത്തയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അപ്രകാരം നാളെ സുകൃതങ്ങൾ വാരിക്കൂട്ടുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ലോകൈകനാഥനായ റബ്ബ് തൻ്റേത് തനിക്കുള്ളതാണ് എന്ന് പരിചയപ്പെടുത്തിയ ഒരു ഇടം എത്രത്തോളം മഹോന്നതമായിരിക്കും എന്നതിനെ കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല. സൃഷ്ടാവായ റബ്ബ് തൻ്റേതാണ് എന്ന് പരിചയപ്പെടുത്തിയ ഇടമാണ് പരിശുദ്ധമായ പള്ളികൾ, അള്ളാഹുവിന്റെ ഭവനങ്ങൾ എന്നാണ് അതിനെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ 72-ാമത്തെ അധ്യായം സൂറത്തുൽ ജിന്ന് റഹ്മാനായ റബ്ബ് ലോക ജനതയ്ക്കാകമാനം ഉത്ബോധനമായി പറയുന്നു, വഅന്നൽ മസാജിദ ലില്ലാഹ് വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്, പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്, എനിക്കുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനോടൊപ്പം ആരാധനയിൽ ഒരു വസ്തുവിനെയും ഒരു ശക്തിയെയും പങ്കുചേർക്കപ്പെടാൻ പാടില്ല. ആദരവായ ഹബീബുന നബിയുന റസൂലുള്ളാഹ് മാനവകുലത്തിന് മാത്രം വന്ന പ്രവാചകരല്ല. നമ്മെപ്പോലെ നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും നമ്മെപ്പോലെ എല്ലാ വിഭാഗം ആളുകളുമുള്ള മറ്റൊരു സൃഷ്ടിയും ഭൂലോകത്തുണ്ട്, ജിന്നുകളെന്നാണ് അവരെ പറയാ. അവരിലേക്ക് മയക്കപ്പെട്ട പ്രവാചകനാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിലേക്ക് പരിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ സുഹൃതങ്ങൾ കേൾക്കുവാൻ വേണ്ടി ജിന്നുകൾ തിങ്ങിക്കൂടി വന്നിരുന്ന ഘട്ടത്തിനെ കുറിച്ച് പറയുന്നതിന് മുന്നോടിയായാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, വഅന്നൽ മസാജിദ ലില്ലാഹ്. പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്. ആ റബ്ബിനെ വാഴ്ത്തേണ്ട ആരാധിക്കേണ്ട പള്ളികളിൽ അള്ളാഹു അല്ലാത്ത ഒരു വസ്തുവിനെയും ആരാധിക്കപ്പെടാൻ പാടില്ല. വഅന്നഹു ലമ്മാ കാന അബ്ദുല്ലാഹി യദ്ഉ. അള്ളാഹുവിന്റെ റസൂല് പടച്ച റബ്ബിനെ ഇബാദത്ത് ചെയ്യുവാൻ, ദുആ ചെയ്യുവാൻ, അള്ളാഹുവിലേക്ക് വണങ്ങുവാൻ അടുത്തുകൊണ്ടിരിക്കുമ്പോ ഖാദൂ യകൂനൂന അലൈഹി ലിബദാ. ജിന്നുകൾ ഉന്തും തള്ളുമായി കൂട്ടം കൂട്ടമായി വന്ന് തിക്കും തിരക്കുമായി റസൂലിന്റെ മേലെ 4 ഭാഗവും മൂടാൻ തുടങ്ങി. വഅന്നഹു ലമ്മാ കാന അബ്ദുല്ലാഹി യദ്ഉ ഖാദൂ യകൂനൂന അലൈഹി ലിബദാ. ജിന്നുകൾ ഖുർആൻ കേൾക്കാൻ വന്ന സന്ദർഭമാണ്. പരിശുദ്ധമായ മക്കത്ത് പോയവർക്കറിയാം, പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിൽ നിന്ന് ജന്നത്തുൽ മുഅല്ലയിലേക്ക് നടന്നു പോകുമ്പോ വിശ്വാസികളെല്ലാവരും പ്രത്യേകം സന്ദർശിക്കാറുള്ള ജിന്നപള്ളിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ആ ജിന്നപള്ളിയുടെ പരിസരത്ത് വെച്ച് ഹബീബായ റസൂലുള്ളാഹിയുടെ മുമ്പിൽ ഒരുപാട് വട്ടം ജിന്നുകൾ വന്ന സന്ദർഭങ്ങളെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതുപോലെ അവിടെ നിന്ന് ഒരു 80 കിലോമീറ്റർ അകലത്തിലുള്ള ദിജ്ല എന്ന പ്രദേശത്ത് വെച്ചാണെന്നും പറയപ്പെടുന്നു. അള്ളാഹുവിന്റെ റസൂലിനോട് വിശുദ്ധ ഖുർആൻ പറയുന്ന നബിയെ, ഈ കൂടി വന്ന ആളുകളോട്, അതുപോലെ ലോകാവസാനം വരുന്ന മുഴുവൻ വിശ്വാസി മനുഷ്യരാശികളോട് പറഞ്ഞു കൊടുക്കുക, ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഞാൻ എൻ്റെ രക്ഷിതാവിനെയാണ് ആരാധിക്കുക, അവനോട് ഒരു വസ്തുവിനെയും ഞാൻ പങ്കുചേർക്കുന്നില്ല, ആരാധനയിൽ പങ്കുചേർക്കുന്നില്ല. നിങ്ങൾക്കൊരു ഖൈർ കൊണ്ടുവരാൻ, ഒരു ശർറ് കൊണ്ടുവരുവാൻ ഞാൻ നിങ്ങളുടെ ഉടമസ്ഥനല്ല. നിങ്ങളുടെ ഉടമസ്ഥനായ റബ്ബാണ് നിങ്ങൾക്ക് ഖൈറും ശർറും കൊണ്ടുവരിക. ഖുൽ ഇന്നി ലൻ യുജീറനി മിനല്ലാഹി അഹദുൻ വലൻ അജിദ മിൻ ദൂനിഹി മുൽതഹദാ. എനിക്കാരാണ് അഭയം തരിക, എനിക്കാരാണ് സംരക്ഷണം തരിക? അല്ലാഹു അല്ലാതെ ആരാണ് എനിക്ക് സംരക്ഷണം തരിക? ആ റഹ്മാനിലേക്കല്ലാതെ എവിടേക്കാണ് എന്റെ അഭയവുമുള്ളത്? ഇല്ലാ ബലാഗം മിനല്ലാഹി വരിസാലാത്തി. റഹ്മാനായ ലോകൈകനാഥനായ അല്ലാഹ്, ആ അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുമുള്ള ദിവ്യ സന്ദേശങ്ങൾ, ഈ റിസാലത്തിന്റെ ഈ ഉത്തരവാദിത്വത്തിന്റെ നിർവഹണമല്ലാതെ മറ്റൊന്നും എന്റെ മേലില്ല. വമയഅസില്ലാഹ വറസൂല. ആര് അല്ലാഹുവിനും റസൂലിനും എതിര് പ്രവർത്തിക്കുന്നു, ഫഇന്ന ലഹു നാറ ജഹന്നമ ഖാലിദീന ഫീഹാ അബദാ. അവൻ അനന്തമായ നാശത്തിലാണ്, അനന്തമായ നരകത്തിലാണ്, ജഹന്നമിലാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ,
അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പള്ളികളെ കുറിച്ച് പരാമർശിക്കുമ്പോ, ആ പള്ളികളുമായി ബന്ധപ്പെട്ട ചർച്ച തുടങ്ങുമ്പോ ഒരേ ഒരു ആയത്ത് കൊണ്ട് പറഞ്ഞു, വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്, പള്ളികൾ അള്ളാഹുവിനുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് തുടർന്ന് പറയുന്ന വചനങ്ങളെ നന്നായി ഒന്ന് വിചിന്തനം നടത്തിയാൽ പള്ളികളിൽ എന്താണ് നടക്കേണ്ടത്, പള്ളികളിൽ എന്താണ് നടക്കാൻ പാടില്ലാത്തത്, പള്ളിയുടെ ഖാദിമീങ്ങൾ ശ്രദ്ധിക്കുവാൻ, പള്ളിയുടെ പരിപാലകർ ശ്രദ്ധിക്കുവാൻ, പള്ളിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവർ ശ്രദ്ധിക്കുവാൻ, പള്ളിയെ ഇഷ്ടപ്പെടുന്നവർ ശ്രദ്ധിക്കാൻ, പള്ളിയിൽ നടക്കേണ്ട കാര്യം എന്താണെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത്. വഅന്നൽ മസാജിദ ലില്ലാഹ്, അള്ളാഹുവിന്റെ ഭവനങ്ങളാണ് പള്ളികൾ. ആ പള്ളികളിൽ അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കപ്പെടാൻ പാടില്ല. ആ അല്ലാഹു റബ്ബുൽ ആലമീന്റെ ആരാധന കേന്ദ്രമാണ് പള്ളി. തുടർന്ന് ആ പള്ളിയുടെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായി പറഞ്ഞു തരുമ്പോ ഹബീബായ നബിയുനാ റസൂലുള്ളാഹ്, ഹബീബായ തങ്ങളും ആ പള്ളിയെ പരിചയപ്പെടുത്തിയത് അല്ലാഹുവിന്റെ ഭവനങ്ങളെന്നാണ്. അല്ലാഹുവിന്റെ ഭവനങ്ങളെന്ന അൽ മസാജിദു ബുയൂത്തുല്ലാഹ്, അൽ മസാജിദു ബുയൂത്തുല്ലാഹ് വൽ മുസല്ലി ഫീഹാ സായിറുല്ലാഹ്. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്, മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, അൽ മസാജിദു ബുയൂത്തുല്ലാഹ്, പള്ളികൾ അല്ലാഹുവിന്റെ ഭവനങ്ങളാണ്. ആ പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്നവർ അല്ലാഹുവിനെ സന്ദർശിക്കാൻ വരുന്നവരാണ്. അതുകൊണ്ട് തന്നെ വഹക്കുൽ മസൂരി അലൽ സായിരി വഹക്കുൽ മസൂരി അയ്യുക്രിമ സായിറഹു, ആതിഥേയന്റെ മര്യാദയല്ലേ അവിടെ സന്ദർശിക്കുവാൻ വരുന്നവരെ ആദരിക്കുക എന്നത്. ഹബീബുനാ നബിയുനാ റസൂലുള്ളാഹി അരുൾ ചെയ്ത തിരുവചനം കാണാം, മൻ തവല്ലഅ, ആരെങ്കിലും വീട്ടിൽ നിന്ന് വുളൂ ചെയ്തു, ഫീ ബൈതിഹി ഫഹസനൽ വുളൂഅ, നന്നായി വീട്ടിൽ നിന്ന് വുളൂ ചെയ്തു, നന്നായി വീട്ടിൽ നിന്ന് വുളൂ ചെയ്തു, സുമ്മ അതൽ മസ്ജിദ ഫഹുവ സായിറുല്ലാഹ്, എന്നിട്ട് നടന്ന് പള്ളിയിലേക്ക് വന്നാൽ, പള്ളിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവൻ വന്നിരിക്കുന്നത് അല്ലാഹുവിനെ സിയാറത്ത് ചെയ്യാനാണ്, പടച്ചറബിനെ കാണുവാനാണ്. വഹക്കുൽ അലൽ മസൂരി വഹക്കുൻ അലൽ മസൂരി അയ്യുക്രിമ സായിറ, ആ ആതിഥേയന്റെ മര്യാദയല്ലേ സന്ദർശിക്കാൻ വരുന്നവരെ ആദരിക്കുക എന്നത്. മൻ തവല്ലഅ ഫീ ബൈതിഹി, വീട്ടിൽ വുളൂ ചെയ്ത് പള്ളിയിലേക്ക് വരുന്നവന് പടച്ചറബിനെ സിയാറത്ത് ചെയ്യാൻ വരുന്നവനാണ്. ആ സായിറിനെ ആദരിക്കൽ അല്ലാഹുവിന്റെ ബാധ്യതയാണെന്ന് നബിയുനാ റസൂലുള്ളാഹ്. സാന്ദർഭികമായൊരു വിഷയം ഞാൻ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. പള്ളിയിലെത്തിയിട്ടാണ് അധിക പേരും വുളൂ ചെയ്യാറുള്ളത്. അറിവില്ലാത്തത് കൊണ്ടാകാം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ശരി, ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ പ്രയാസങ്ങളില്ല, വെള്ളം സുലഭമാണ്, സൗകര്യങ്ങൾ സുലഭമാണ്. അതുകൊണ്ട് ജനങ്ങളെല്ലാവരും വീട്ടില് വുളൂ എടുക്കാനുള്ള സൗകര്യമുണ്ട്, വിസർജന ആവശ്യങ്ങൾക്കുള്ള പ്രാഥമിക സൗകര്യങ്ങളുണ്ട്. ഇതെല്ലാം വീട്ടിലുള്ളപ്പോഴും സൗകര്യപ്രദമായ മുമ്പിലുള്ളപ്പോഴും അതവിടെ വിറ്റേച്ച് വളരെ വൈകി പള്ളിയിലേക്ക് എത്തിയിട്ടത് ഉപയോഗപ്പെടുത്തുമ്പോ അറിയണേ പ്രിയപ്പെട്ടവരെ, പള്ളി ബൈത്തുൽ മാലാണ്, പൊതു സ്വത്താണ് പള്ളി. ഏതെങ്കിലും ഒരാള് പടച്ചറബിന്റെ ദീനിന്റെ മാർഗത്തിലേക്ക് 5 സെന്റ് ഭൂമി 10 സെന്റ് ഭൂമി ഒരു വലിയ തുക പള്ളിക്ക് വേണ്ടി സംഭാവന കൊടുത്തു, പള്ളി നിർമ്മിച്ചു കൊടുത്തു, നിർമ്മാണം കഴിഞ്ഞു, വഖഫുൻ ലില്ലാഹ്, ഇത് അല്ലാഹുവിന് വഖഫ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഖിയാമത്ത് വരെ ആ മനുഷ്യൻ ഉൾപ്പെടെ അത് തിരിച്ചെടുക്കാൻ സാധ്യമല്ല. അതിന്റെ പരിപാലനം മുഅ്മിനീങ്ങളുടെ ഉത്തരവാദിത്വത്തിലാണ്. ഇസ്ലാമിക ഖിലാഫത്തുണ്ടെങ്കിൽ ഹുകൂമത്തുൽ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലാണ് അത് വരേണ്ടത്. മുഅ്മിനീങ്ങളായ ആളുകളുടെ കൈകളിലായിരിക്കണം. സത്യവിശ്വാസികളായ ആളുകൾ വെറും വിശ്വാസികളായാൽ പോരാ. പള്ളിയുടെ ഹുർമത്തുകളെ കുറിച്ച്, എന്താണ് പള്ളി, എന്തിനാണ് പള്ളി, പടച്ചറബിന്റെ ദീനിന്റെ മാർഗത്തിലെ അനുഗ്രഹീത ആരാധനാ കേന്ദ്രങ്ങളായ പള്ളികളുടെ ഹുർമത്ത് എന്തെന്ന് മനസ്സിലാക്കുന്ന വിശ്വാസികളെ കരങ്ങളിലായിരിക്കണം അത് പരിപാലിക്കപ്പെടേണ്ടത്. അതാണ് പള്ളിയുടെ ബാധ്യത. പള്ളികൾ അതിനു വേണ്ടിയുള്ളതാണ്. നമ്മുടെ നാടുകളിൽ പള്ളികളുടെ സൗകര്യങ്ങൾ ഒരുക്കാറുണ്ട്. നമ്മൾ വിചാരിച്ചേക്കുന്നത് ഒരുക്കിയതായി നമുക്കുള്ളതാണ്. അല്ല, അതാർക്കുള്ളതാണെന്നറിയുമോ? വിദൂര നാടുകളിൽ നിന്നും യാത്ര ചെയ്തു വരുന്ന ആളുകൾക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കപ്പെടേണ്ടത്. അന്യനാട്ടിൽ നിന്നും വരുന്നവർ, അവർക്ക് ഈ നാടുമായിട്ട് ബന്ധമില്ല, കരുനാഗപ്പള്ളിയിലൂടെ പാസ് ചെയ്തു പോവുക. ജുമയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് സൗകര്യപ്രദമായി പള്ളി നമ്മുടെ പള്ളിയാണ് എത്തിയത്. അങ്ങനെ ഒരാൾ വന്നാൽ അവർക്കാണ് ഇവിടുത്തെ ബാത്റൂം ഫസ്റ്റ് പ്രയോറിറ്റി.
ബാത്റൂമും മറ്റ് സൗകര്യങ്ങളും വെള്ളവും കറണ്ടും ഒക്കെ നൽകപ്പെടേണ്ടത് വിദേശിക്കാണ്, സ്വദേശിക്കല്ല. എന്തേ കാര്യം? ഇത് ഒരുക്കപ്പെടുന്നത് പൊതുസമൂഹത്തിനാണ്. പൊതുസമൂഹത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്നതിൽ നാട്ടുകാർക്ക് സൗകര്യമുണ്ട് എങ്കിൽ, വീട്ടിൽ സൗകര്യമാണ്, കടയിൽ സൗകര്യമാണ് എങ്കിൽ ആദ്യം അവിടെയുള്ള ബാത്റൂമും മറ്റുമൊക്കെ ഉപയോഗിച്ച് വൃത്തിയായി വുളൂ ചെയ്ത് പടച്ചറബിന്റെ പള്ളിയിലേക്ക് നടന്നു പോയാൽ ഓരോ ചുവട്ടടിക്കും പ്രതിഫലമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇതാ പള്ളി. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പള്ളിയുടെ മഹത്വം ഇതാ പറഞ്ഞു. അബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ അബ്ബുൽ ബിഖാഇ ഇലല്ലാഹി മസാജിദുഹാ. ഏറ്റവും നല്ല ഇടങ്ങൾ ഭൂമിയിൽ എവിടെയാണെന്ന് ചോദിക്കപ്പെട്ടാൽ അത് പള്ളികളാണെന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. വഅബ്ഗളുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. പടച്ചവന് വെറുപ്പുള്ള ഇഷ്ടമില്ലാത്ത ഇടങ്ങൾ കമ്പോളങ്ങളാണ്, പിശാചി വിഹരിക്കുന്ന ഇടങ്ങളാണ്. അല്ലാഹു കാക്കുമാറാകട്ടെ. പള്ളിയെ കുറിച്ച് പറയുമ്പോ ഒരുപാട് പറയാനുണ്ട്. എത്ര പറഞ്ഞാലും തീരില്ല പ്രിയപ്പെട്ടവരെ. ആ പള്ളിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. പള്ളിയുടെ നിർമ്മാണത്തെ കുറിച്ച് പറഞ്ഞാൽ, പള്ളിയുടെ പുനർനിർമ്മാണത്തെ കുറിച്ച് പറഞ്ഞാൽ, നവീകരണത്തെ കുറിച്ച് പറഞ്ഞാൽ, പള്ളിയുടെ പരിപാലനത്തെ കുറിച്ച് പറഞ്ഞാൽ മാസങ്ങളോളം പറഞ്ഞാൽ തീരില്ല. മക്കാനത്തുൽ മസാജിദി, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ പള്ളികൾക്കുള്ള സ്ഥാനം, ആ പള്ളിയുടെ ഇമാറത്തിനുള്ള സ്ഥാനം അനിർവചനീയമാ. അതിന്റെ പ്രതിഫലങ്ങൾ അനിർവചനീയമാ. ആരെങ്കിലും ഒരാൾ ഒരു പള്ളി നിർമ്മിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത് വിശ്വാസികൾക്ക് നമസ്കരിക്കാൻ ഒരു പള്ളിയില്ല എന്ന അവസ്ഥ വരുമ്പോ അത് മനസ്സിലാക്കിക്കൊണ്ട് ആരെങ്കിലും ഒരാൾ ഒരു പള്ളി നിർമ്മിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ, ബനല്ലാഹു ലഹു ബൈതൻ ഫീ റബദിൽ ജന്നാ, സ്വർഗ്ഗത്തിന്റെ ഉന്നതമായ സ്ഥാനത്ത് അവന് വേണ്ടി മനോഹരമായ ഒരു കൊട്ടാരം പണിയുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. ആർക്കെങ്കിലും സ്വർഗത്തിൽ ഒരു കൊട്ടാരം വേണോ? ആ കൊട്ടാരം ആഗ്രഹിക്കുന്നുണ്ടോ? പള്ളിയുടെ നിർമ്മാണത്തിൽ സഹകരിച്ചു കൊള്ളട്ടെ. പള്ളി നിർമ്മിക്കാൻ സ്ഥലം കൊടുക്കട്ടെ, അതിനുവേണ്ട സമ്പത്ത് കൊടുക്കട്ടെ. അതിമനോഹരമായി കൊട്ടാര സദൃശ്യമായി വീടുകൾക്ക് മോടി കൂട്ടുമ്പോൾ, ആഡംബരം ചെയ്യുമ്പോൾ നമ്മുടെ നാടിന്റെ പള്ളികൾ, എത്രയോ പള്ളികൾ അവസ്ഥ എത്രയോ ശോചനീയമാ. ആ പള്ളികളുടെ പരിപാലനത്തിൽ ആളില്ല, അതിന്റെ കാര്യങ്ങൾ നോക്കാൻ ആളില്ല. ഒരു ഇമാമിനെ നിയമിക്കുവാൻ, ഒരു മുഅദ്ദിനെ നിയമിക്കുവാൻ, പള്ളി വൃത്തിയാക്കുവാൻ, അതിന്റെ ചിലവുകൾ വഹിക്കാൻ ആളില്ലാത്ത എത്രയോ പള്ളികളുള്ള നാട്ടിലാ നമ്മളുള്ളത്. എത്രയോ പള്ളികളുണ്ട് പ്രിയപ്പെട്ടവരെ. മുസ്ലിമീങ്ങൾ അംഗസംഖ്യയിൽ കുറവുള്ള പ്രദേശങ്ങൾ, നമ്മുടെ കിഴക്കൻ പ്രദേശത്തോട്ടൊക്കെ സഞ്ചരിച്ചു പോയാൽ, അതുപോലെ ചില തീരപ്രദേശത്തേക്ക് പോയാൽ, ഒറ്റപ്പെട്ട കുറഞ്ഞ വീടുകൾ മാത്രമുള്ള മുസ്ലിം പ്രദേശങ്ങൾ, അവിടുത്തെ പള്ളികൾ അവസ്ഥ വളരെ ശോചനീയമാ. എല്ലാ വർഷവും ബാബരി മസ്ജിദിന്റെ ഓർമ്മ പുതുക്കാൻ 1992 മുതൽ ഈ വർഷം വരെയും ഇന്നേ വരെയും ബാബരി മസ്ജിദിന്റെ ഓർമ്മ പുതുക്കാൻ വിശ്വാസികൾ ഒരുമിച്ച് കൂടാറുണ്ട്. അതിനെക്കുറിച്ചുള്ള സ്മരണകൾ പുതുക്കാറുണ്ട്. എന്നാൽ എന്ത് പറ്റിയെന്നറിയില്ല, ബാബരി മസ്ജിദിന് ശേഷം എത്രയോ പള്ളികളാണ്, നൂറുകണക്കിന് പള്ളികൾ ഇന്ത്യ രാജ്യത്ത് തകർക്കപ്പെട്ടിട്ടുണ്ട്. ആ ബാബരി മസ്ജിദിന്റെ ആദ്യകാല ചരിത്രം പറയുമ്പോ, ആ പള്ളിയെ കുറിച്ച് പലതരത്തിലുള്ള വിവരങ്ങളും പറയുമ്പോ, ബാബരി മസ്ജിദിന്റെ പുറമെ എത്രയോ വർഷങ്ങളായി പരിശുദ്ധ റമദാനിൽ മാത്രം തുറക്കപ്പെടുന്ന പള്ളികളുള്ള രാജ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നറിയോ? മുസ്ലിങ്ങളില്ല, അല്ലെങ്കിൽ ഉള്ള മുസ്ലിമീങ്ങൾ പള്ളി ഏറ്റെടുത്ത് പരിപാലിക്കാൻ താല്പര്യമില്ല, കഴിവില്ല. ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പ്രദേശങ്ങളുണ്ട്. അങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ വിശ്വാസികളെ ഓർമ്മയിൽ ഉണ്ടാകണം. അങ്ങനെ ഒരു വിവരം കേട്ടാൽ അവിടെ എത്തണം, അതിനേറ്റെടുക്കണം. തന്നെ കൊണ്ട് കഴിയുന്നത് പോലെ എന്ത് പങ്കാളിത്തമാണോ, എന്ത് ഉത്തരവാദിത്തമാണോ ഏറ്റെടുക്കാൻ കഴിയുക, അത് ഏറ്റെടുക്കുക എന്നത് കാലം തേടുന്ന ഏറ്റവും വലിയ ദീനി ബാധ്യതയാണ്, ദൗത്യമാണ്. അള്ളാഹുവിന്റെ ഭവനം അത് ഏൽപ്പിക്കപ്പെട്ടത് വിശ്വാസികളിലേക്കാണ്. ആ വിശ്വാസികൾ വീടുകൾ മാറി മാറി പോകുമ്പോ തങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട പള്ളി, ആ പള്ളി പിന്നീട് എന്താകും, ആരാകും അതിന്റെ സംരക്ഷകർ എന്നോർക്കാതെയാണ് പോകുന്നതെങ്കിൽ അവൻ പോകുന്ന വഴിയിലൊക്കെയും ശാപമായിരിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയെക്കുറിച്ച് ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞു. പള്ളിയുടെ പരിപാലനത്തിനെ കുറിച്ച്, പള്ളിയുടെ നിർമ്മാണത്തിനെ കുറിച്ച് പറഞ്ഞു. ആ പള്ളിയുടെ നിർമ്മാണത്തിന്റെ മാതൃക പരിശുദ്ധ കഅബയിൽ നിന്നും തുടങ്ങി, മസ്ജിദുൻ നബവിയിൽ നിന്ന് തുടങ്ങി, മസ്ജിദുൽ അഖ്സയിൽ നിന്ന് തുടങ്ങിയ മനോഹരമായ മാതൃകാപരമായ ഒരു ചരിത്രമാണ് നമുക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, മുൻകഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചല്ലോ, പരിശുദ്ധ കഅബ ശരീഫ് പുനർനിർമ്മിക്കപ്പെടുന്ന, നവീകരിക്കപ്പെടുന്ന സമയം ദീനീ പ്രഭയൊന്നും എത്താത്ത ജഹാലത്തിന്റെ കാലമാണ്. ആ ജഹാലത്തിന്റെ നായകരിലൊരാളായ ഉമയ്യാണ് പറഞ്ഞത്, ലാ തദ്ഖുലൂ ഫീ
ബൈത്തിക്കും, ഈ പള്ളിയിൽ നിങ്ങൾ പ്രവേശിക്കരുത്, കഅബത്തുള്ളാഹിയുടെ നിർമ്മാണത്തിൽ നിങ്ങൾ ഇടപെടരുത്. ബികസ്ബിക്കും മാലരിബ, സമ്പത്ത്, നിങ്ങളുടെ പണങ്ങൾ, നിങ്ങളുടെ കയ്യിൽ വരുന്ന പലിശയുടെ പണവുമായിട്ട് കഅബയുടെ നിർമ്മാണത്തിൽ സഹകരിക്കേണ്ട. വലാ മാല വലാ മഹറ ബഗിയിൻ, ഒരു വ്യഭിചാരിയുടെയും പൈസ വേണ്ട. വലാ മദ്ലമത അഹദിൻ, ഒരു മനുഷ്യനെയും ആക്രമിച്ചുണ്ടാക്കിയ പണവും വേണ്ട. ഹലാല് മാത്രം മതി. ആ ഹലാല് കൊണ്ട് പോയാൽ മതി. മക്കാ മുശ്രിക്കുകൾ ശിർക്കിലും കുഫറിലായി കഴിയുമ്പോഴും പരിശുദ്ധ കഅബത്തുള്ളയോട് അവർക്ക് വലിയ ആദരവായിരുന്നു. ആ കഅബയുടെ നിർമ്മാണത്തിന് വേണ്ടി പണമുള്ളവർ പണം കൊടുത്ത്, സമയമുള്ളവർ സമയം കൊടുത്ത്, ആരോഗ്യമുള്ളവർ ആരോഗ്യം കൊടുത്ത്, എന്താണോ കൊടുക്കാനുള്ളത് ഒക്കെയും ഹൃദയം തുറന്ന് വിഹിതം ചെയ്തുകൊണ്ട് കഅബയുടെ നിർമ്മാണത്തിൽ അവരെല്ലാവരും പങ്കാളിയായി. മലഞ്ചെരുവുകളിൽ നിന്ന് കല്ലുകൾ ചുമന്നുകൊണ്ടുവരണം. അതിനുവേണ്ടി വിദൂര ദിക്കുകളിൽ നല്ല കല്ലുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ചിലർ ഒരുപാട് ദൂര ദിക്കുകളിൽ പോകേണ്ടി വന്നു. അവിടങ്ങളിൽ പോയി കല്ല് കൊണ്ടുവരുവാൻ വാഹന സൗകര്യമില്ല. മലഞ്ചെരുവിന്റെ മുകളിൽ നിന്നും കല്ലുകൾ കിട്ടുന്നത് കൊണ്ടുവരാൻ സൗകര്യമില്ല. എങ്ങനെ കൊണ്ടുവരും? കുറെ നേരം ആലോചിക്കുമ്പോൾ അവരുടെ മുമ്പിലുള്ള വഴി ഉടുമുണ്ടടിച്ചിട്ട് ചെമ്മാട് കെട്ടി തലയിൽ ചുമന്നുകൊണ്ട് വരലായിരുന്നു. ആ ചെമ്മാട് ഇങ്ങനെ റൗണ്ട് ഒരു സാധനം ഉണ്ടല്ലോ, വെയിറ്റ് ഒക്കെ തലയിൽ വെക്കുന്നേ, അത് ഉടുമുണ്ടഴിച്ചിട്ട് അതുകൊണ്ട് ചുറ്റി തലയിൽ വെച്ച് കല്ല് തലയിലേറ്റി മലഞ്ചെരുവ് നടന്ന് നടന്ന് കഅബത്തുള്ളാന്റെ മുമ്പിലെത്തുമ്പോ അവർക്കൊരു ബോധമുണ്ട്, കഅബ ആദരിക്കപ്പെടേണ്ട ഭവനമാണ്, ആദരിക്കപ്പെടേണ്ട ഭവനമാണ്. കഅബയെ കുറിച്ച് പഴയകാല ചരിത്രം കേൾക്കുമ്പോ ഉടുതുണിയില്ലാതെ തവാഫ് ചെയ്ത ജഹാലത്തിന്റെ കാലം, മുശ്രിക്കുകൾ ഒരു കാലത്തിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഉടുതുണിയില്ലാതെ നഗ്നരായി പ്രദക്ഷിണം ചെയ്തിരുന്ന കാലം. യഥാർത്ഥത്തിൽ നഗ്നരായ ഒരു പ്രദക്ഷിണം ചെയ്തതിന് അവർ മനസ്സിലാക്കിയ ഒരു ന്യായം എന്താണെന്നറിയും? അത് സത്യമാണോ അല്ല. അന്നത്തെ കാലത്ത് അവരിൽ ആരോ ചെയ്തു, പിന്നെ ആരോ പിന്തുടർന്നു. എന്തായിരുന്നു കാര്യം? ഉടുമുണ്ടഴിച്ചിട്ട് തലയിൽ കയറ്റി കൊണ്ടുവന്ന കല്ലുകൾ കഅബയുടെ മുമ്പിൽ അതിന്റെ വാതിൽപ്പടിക്ക് കുറച്ച് വിദൂരത്തിലെത്തുമ്പോ അവർ മനസ്സിലാക്കി, ഇനി മുമ്പിലേക്ക് പോകുമ്പോ ഞാൻ പോകുന്നത് കഅബത്തുള്ളയിലേക്കാണ്. ലോകം ശ്രദ്ധിക്കുന്ന നമ്മുടെ ഏറ്റവും ആത്മീയ കേന്ദ്രത്തിലേക്കാണ് പോവുക. ഇവിടേക്ക് പോകുമ്പോ തന്നോടൊപ്പം ഒരു തിന്മയ്ക്കും ഉപയോഗിച്ച ഒന്നും കൂടെ ഉണ്ടാകാൻ പാടില്ല. ഈ ഉടുമുണ്ട് ഏതെല്ലാമോ ഒക്കെ തിന്മയിൽ ഉപയോഗിച്ചതാണ്, എവിടെയെല്ലാമോ ഇതുകൊണ്ട് പോയതാണ്. ഇതും കൊണ്ട് എങ്ങനെയാണ് പടച്ചോന്റെ വീട്ടിന്റെ മുമ്പിലേക്ക് പോവുക? അതുകൊണ്ട് അതും വേണ്ട. കല്ല്, പിന്നീട് ഭാരപ്പെട്ട കല്ല് ശരീരത്തിനോട് ചേർത്ത് വെച്ചിട്ട് ആ ഉടുമുണ്ട്, ചെമ്മാട് കെട്ടിയ എലുമുണ്ട്, അതിനെ അഴിച്ചു മാറ്റിയിട്ടാണ് അവരെ നഗ്നരായി പോകേണ്ടി വന്നെന്നൊക്കെ ചരിത്രം പറയുമ്പോൾ അവരുടെ അന്നത്തെ അറിവ്, കഅബയോടുള്ളവരുടെ ബഹുമാനം, ചുരുക്കി പറഞ്ഞാൽ ഇത്രയും ബഹുമാനം ജാതി മതഭേദമന്യേ സമൂഹത്തിൽ എല്ലാവരും ആദരിച്ചിരുന്ന കേന്ദ്രമാണ് പരിശുദ്ധ കഅബത്തുള്ള. ആ കഅബത്തുള്ളയുടെ നിർമ്മാണം, അതിന്റെ ഘട്ടങ്ങൾ ഹലാല് കിട്ടാതെ വന്നപ്പോ എത്തിയിടത്ത് പണി നിർത്തിക്കൊണ്ട് ബാക്കി ഹലാല് കിട്ടുന്ന കാലത്ത് മറ്റുള്ളവർ പണിഞ്ഞോട്ടെ എന്ന് കരുതിക്കൊണ്ട് വിട്ടിട്ട് പോയ കാലം, അത് പിന്നീട് നമുക്ക് അനുഗ്രഹമായി. ആ കഅബയുടെ ഉള്ളിൽ കയറി നമസ്കരിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരമായി ഇത് ബാക്കിയാക്കി. അൽഹംദുലില്ലാഹ്. അള്ളാഹു അതിനുള്ള അവസരം നമുക്ക് എല്ലാവർക്കും തരുമാറാകട്ടെ. പടച്ചറബ് നമുക്കൊക്കെ കുറച്ചു പേർക്കെങ്കിലും തന്നിട്ടുണ്ടാവും. മരണത്തിന് മുമ്പ് നിരവധി തവണ ആ ഹതീമിന്റെ ഉള്ളിൽ, ഹിജ്റ ഇസ്മായിലിന്റെ ഉള്ളിൽ പോയി സമാധാനത്തോടെ അല്പനേരം ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖെങ്കിലും അള്ളാഹു തരുമാറാകട്ടെ. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ മദീനത്തേക്ക് ഹിജ്റ പോകുമ്പോൾ ആ ഹിജ്റ അപ്രതീക്ഷിതമായ പ്രഖ്യാപനമായിരുന്നു, അറിയിപ്പായിരുന്നു. കൂടെ കൂടിയത് സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ്. പെട്ടെന്നുള്ള അറിയിപ്പിന്റെ മുമ്പിൽ തന്റെ പൊന്നുമകൾ അസ്മാ ബീവി റളിയല്ലാഹു തആല ഗർഭവതിയാണ്. പ്രസവം അധികം താമസിയാതെ നടക്കാനുള്ള സാധ്യതയുണ്ട്. സഹായത്തിന് ആകെയുള്ളത് താനാണ്. എങ്കിലും റസൂലിന്റെ അഭിപ്രായത്തിന്റെ ആവശ്യത്തിന്റെ മുമ്പിൽ മകളെയും ഭാര്യയും ഒക്കെ പുറകെ വന്നോളാനുള്ള അറിയിപ്പൊക്കെ കൊടുത്ത്, നിങ്ങൾക്ക് അറിയിപ്പ് വരും, വന്നാൽ നിങ്ങൾ പുറകെ വന്നോളില്ലെന്ന് പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന 5000 ദിർഹം അത് പണക്കിഴിയാക്കിക്കൊണ്ട് റസൂലിനോടൊപ്പം യാത്ര പോയി എന്ന് ചരിത്രം പറയാം. മഹാനായ ഇബ്നു ഇസ്ഹാഖ് തങ്ങളെല്ലാം പറയുന്നു, മദീന ത്വയ്യിബയുടെ കവാടം അങ്ങ് കടന്നപ്പോ ആദ്യമായി അവിടെ പണി കഴിപ്പിക്കപ്പെട്ട പരിശുദ്ധമായ മസ്ജിദുൽ ഖുബാ, ആ മസ്ജിദുൽ ഖുബാഇന്റെ നിർമ്മാണം കഴിഞ്ഞു. പിന്നെയും മുമ്പോട്ട് പോയി, വീണ്ടും മുമ്പോട്ട് പോയി. സഹല് സുഹൈൽ റളിയല്ലാഹു തആല അൻഹും എന്ന ഭാഗ്യശാലികളായ 2 പൊന്നുമക്കൾ, നല്ല കൗമാരക്കാരായ പൊന്നുമക്കൾ. ആ പൊന്നുമക്കൾക്ക് അവരുടെ പാരമ്പര്യമായി അവർക്ക് ലഭിച്ചിരുന്ന അനാഥകളായ മക്കൾക്കുണ്ടായിരുന്ന സ്വത്താകുന്ന ഭൂമി, ആ ഭൂമിയാണ് മസ്ജിദുൻ നബവിക്ക് വേണ്ടി അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണിൽപ്പെട്ടത്. ആവശ്യപ്പെട്ടപ്പോൾ സൗജന്യമായി തരാമെന്ന് പറഞ്ഞു. എന്നാൽ സൗജന്യമായി വേണ്ട, പണം തന്നിട്ട് മതി എന്ന് പറയുമ്പോഴും അള്ളാഹുവിന്റെ റസൂലിന്റെ കൈകളിൽ ഒരു നയാകാശം സ്വന്തമായി കൊടുക്കാനില്ല. ആ ആവശ്യം വേദനയോടെ പങ്കുവെക്കുമ്പോഴാ അടുത്ത ദിവസത്തിൽ എങ്ങാനും പ്രസവിക്കപ്പെട്ടാൽ
പറഞ്ഞാൽ ആ പ്രസവത്തിന്റെ ചെലവിന് വേണ്ടി കൂടെ കൊണ്ടുവന്ന 5000 ദിർഹം അസ്മാ ബീവിക്ക് വേണ്ടി കൊണ്ടുവന്ന സയ്യിദുനാ സിദ്ദീഖ് അക്ബർ തങ്ങൾ കൊണ്ടുവന്ന 5000 ദിർഹം എടുത്തുകൊണ്ട് അള്ളാന്റെ റസൂലിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, യാ ഹബീബല്ലാഹ്, അള്ളാഹുവിന്റെ ഭവനത്തിനാണല്ലോ ഇത് ഉപയോഗിച്ചുകൊണ്ട് വാങ്ങിക്കൊള്ളുക. അങ്ങനെയാണത് വാങ്ങിയത്. അതുകൊണ്ട് ആ ഹബീബായ റസൂലി ലോകത്തോട് വിട പറയുന്ന ഘട്ടം വല്ലാത്ത വേദനിപ്പിക്കുന്ന ഘട്ടമാണ്. മുത്ത് ഹബീബിന്റെ വിയോഗത്തിന്റെ ഘട്ടം ലോകം മുഴുവനും കരഞ്ഞ ഘട്ടമാണ്. അതിനേതാനും ദിവസങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ പ്രവാചകന്റെ വേർപാടിന്റെ വിയോഗത്തിന്റെ ചില സൂചനകൾ വന്നു തുടങ്ങി. അവസാനം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മുത്ത് ഹബീബ് സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് തന്റെ വിടവാങ്ങലിനെ പോലെ അതിനുശേഷം ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും വല്ലാതെ വേദനിപ്പിക്കുന്ന ചില വാക്കുകളോടുകൂടി എക്കാലവും മറക്കാൻ കഴിയാത്ത ചില വാക്കുകളോടെ ചില കാര്യങ്ങൾ സംസാരിച്ചു, ചില കാര്യങ്ങൾ ഉരുവിട്ടു. അതിലവിടെ നിന്ന് പറഞ്ഞു, മൻകാന മിൻകും അലാ ഹാദാ ബുയൂതി. അല്ലാഹുവിന്റെ റസൂൽ അത് ചോദിക്കുമ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും സാമ്പത്തിക ബാധ്യത എന്നിലുണ്ടോ? ആർക്കെങ്കിലും എന്റെ ഭാഗത്ത് എന്തെങ്കിലും ബാധ്യതയുണ്ടോ? മരണപ്പെട്ട ജനാസ കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിലേക്ക് വെക്കപ്പെടുമ്പോ ആ ജനാസയുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇമാമ പറയുന്ന വാക്കുകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഇവരുമായിട്ട് എന്തെങ്കിലും ബാധ്യതയുണ്ടോ? മനസ്സാ വാച കർമ്മണ. എന്തെങ്കിലും ബാധ്യതയുണ്ടെങ്കിൽ അത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. സാമ്പത്തികമാണെങ്കിൽ അവരുടെ ആളുകൾ വേണ്ടപ്പെട്ടവരുണ്ട്, അവരിൽ നിന്ന് വാങ്ങിക്കൊള്ളണമെന്ന് പറയും. ഇതിന് മാതൃക കാണിച്ചത് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളാണ്. അവിടുന്ന് അന്ത്യയാത്രയുടെ നിമിഷങ്ങൾ അടുക്കുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, നിങ്ങളുമായിട്ട് എനിക്ക് എന്തെങ്കിലും പൊരുത്തം ചോദിക്കേണ്ട എന്തെങ്കിലും ഉണ്ടോ? ആ രംഗത്തിലാണ് കാശ് റളിയല്ലാഹു തആലയുടെ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. കെട്ടിപ്പിടിച്ചു, പ്രതികാരമുണ്ടെന്ന് പറഞ്ഞ് ശറഫായ ശരീരവുമായി തന്റെ ശരീരം ചേർന്ന് കഴിഞ്ഞാൽ നരകത്തിന്റെ തീ സ്പർശിക്കില്ല എന്ന ആ കേൾവിയെ സാധൂകരിക്കാൻ കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തിയ മഹാരഥന്മാരായ സ്വഹാബത്ത്. ആ പ്രഭാഷണത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മൻ കാന മിൻകും മാല, നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സാമ്പത്തിക ബാധ്യത ഞാൻ തരാനുണ്ടോ? എങ്കിൽ എന്റെ കയ്യിൽ ഒന്നുമില്ല. ആകെ കൂടി എനിക്ക് പറയാനുള്ളത് ഹാദാ ബുയൂതി, എന്റെ വീടുകൾ ഇവിടെയുണ്ട്, എന്റെ കുടുംബം ഇവിടെയുണ്ട്. അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിയുമെങ്കിൽ ഞാൻ തരും, ഇല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ബാധ്യത നിങ്ങൾക്ക് പൂർത്തീകരിക്കാവുന്നതാണ്. ഒരാളുടെ പേരെടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞു, അങ്ങനെ ഒരു ബാധ്യതയുണ്ട്, പക്ഷെ ആ ബാധ്യത തീർക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഇല്ലാ അബൂബക്കർ, ഇല്ലാ അബൂബക്കർ, അബൂബക്കറിന്റെ ബാധ്യത ഒഴികെ, അബൂബക്കറിന്റെ ബാധ്യത ഒഴികെ ആ ബാധ്യത തീർക്കാൻ എന്നെ കൊണ്ട് കഴിയൂല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്രകാരം അബൂബക്കർ തങ്ങളുമായി ഒരു ബാധ്യതയുണ്ട് എന്നറിഞ്ഞത് തന്നെ വിയോഗത്തിന്റെ ഘട്ടത്തിലാണ് പൊതുസമൂഹം അറിയുക. അപ്പോഴാണ് അറിയുക, മസ്ജിദുൻ നബവിക്ക് വേണ്ടിയിട്ടുള്ള പ്രഥമമായ ഭൂമി വാങ്ങുമ്പോൾ അതിനാദ്യമായി നൽകപ്പെട്ട പണം സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ തന്റെ മകൾ അസ്മാ ബീവിയുടെ പ്രസവത്തിന് വേണ്ടി കൊണ്ടുവന്ന, ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന, അതിനുവേണ്ടി കരുതി വെച്ച പണം ആവശ്യത്തിന്റെ ഘട്ടം വന്നപ്പോ മുമ്പിലുള്ള പ്രധാന ആവശ്യമാണെന്നറിയുമ്പോഴും അള്ളാഹുവിന്റെ പള്ളിക്കാണെന്നറിഞ്ഞപ്പോ സന്തോഷത്തോടെ എടുത്തു കൊടുത്തുവെങ്കിൽ ആഖിറത്തിൽ അബൂബക്കർ സിദ്ദീഖിന് മസ്ജിദുൻ നബവിയല്ല മനോഹരമായ സ്വർഗീയ കൊട്ടാരം പണിയപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ പ്രതിഫലം, അതിന്റെ പകരം ആ കടം വീട്ടുവാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടാണ് ഈ പള്ളിയുടെ ഓരോ പള്ളിയുടെയും നിർമ്മാണങ്ങളിൽ, ഇതിന്റെ പുനർനിർമ്മാണങ്ങളിൽ, ഇതിന്റെ നവീകരണങ്ങളിൽ, പള്ളികളുടെ പരിപാലനങ്ങളിൽ നമ്മെ കൊണ്ട് സമയം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, അധ്വാനം കൊണ്ട്, ആരോഗ്യം കൊണ്ട്, സന്മനസ്സുകൊണ്ട്, സതുദ്ദേശം കൊണ്ട് സഹകരിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രതിഫലമാണ് നമ്മെ കാത്തിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഭവനങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുക, പരിശുദ്ധമായ ഭവനങ്ങളിലെ ഖാദിമീങ്ങൾ, ആ ഖാദിമീങ്ങളായിട്ട് എണ്ണപ്പെട്ടവരാണ് പള്ളിയുടെ പരിപാലകർ, പള്ളിയുടെ ഖാദിമീങ്ങൾ, പള്ളിയുടെ സേവകർ, അള്ളാഹുവിന്റെ അയൽക്കാർ. ഐന ജീറാനി, എന്റെ അയൽക്കാർ എവിടെയെന്ന് അള്ളാഹു ചോദിക്കുമെന്ന ഘട്ടത്തെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു പോയല്ലോ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അള്ളാഹും അവന്റെ ഹബീബും പള്ളിയും പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിന്റെ പരിപാലനവും അതിന്റെ ഖിദ്മത്തിനും ബന്ധപ്പെടാൻ അള്ളാഹു തിരഞ്ഞെടുക്കുന്നത്, അവസരം കൊടുക്കുന്നത് അവൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ ഇതിന്റെ അവസരം കൊടുക്കൂ. ഏതെങ്കിലും തരത്തിൽ അറിവില്ലായ്മ കൊണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമോശം കൊണ്ട്
പഴയ കാലത്ത് എങ്ങാനും വല്ല തെറ്റുകൾ, കുറ്റങ്ങൾ, അറിവില്ലായ്മ സംഭവിച്ചെങ്കിലും ദീനിന്റെ ഏറ്റവും പരമപ്രധാനമായ സ്ഥിരാകേന്ദ്രങ്ങളായ പള്ളികളുടെ ഖിദ്മത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അവിടെ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും പരിഗണിക്കപ്പെടേണ്ടത് പള്ളിയുടെ ഗൗരവം അറിയുന്നവരാകണം. പള്ളിയുടെ ഓരോ കാര്യങ്ങളും അതിന്റെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും കൃത്യമായി അറിയുന്നവരാകണം. അവരുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങളിൽ പരിഗണിക്കപ്പെടേണ്ടത് കുടുംബ ബന്ധങ്ങളല്ല, സാമൂഹിക ബന്ധങ്ങളല്ല, രാഷ്ട്രീയ ബന്ധങ്ങളല്ല, പേരും ബന്ധങ്ങളും കച്ചവട ഇടപാടുകളും സാമ്പത്തിക കൊടുക്കല് വാങ്ങലുകൾ ഒന്നുമേ അല്ല. അള്ളാഹുവിന്റെ പള്ളികളുടെ വിഷയത്തിൽ പരിഗണിക്കപ്പെടേണ്ടത് പള്ളിയുടെ ഖാദിമീങ്ങളാകാൻ ഈ പറയപ്പെട്ടതുപോലെയുള്ള ക്വാളിറ്റികൾ ആർക്കുണ്ടോ അവരിലേക്ക് അവരാണ് പള്ളികളുടെ പരിപാലകർ ആവേണ്ടത്. അല്ലാഹു റബ്ബുൽ ആലമീൻ നിലവിലേവരെയും ഇതിന്റെ പരിപാലകരായി, ഇതിന്റെ തുടക്കം മുതൽ ഒന്നുമില്ലാത്ത ശൂന്യമായ ഒരു അന്തരീക്ഷമുണ്ടായിരുന്ന കാലം മുതൽ ഈ നിമിഷം വരെയും ഈ അനുഗ്രഹീതമായ മഹല്ലത്തിന്റെ മസ്ജിദിന്റെ പരിപാലകരായി വന്ന ആരെല്ലാമുണ്ടോ അവർക്കെല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. ഇഖ്ലാസോടെ ആത്മാർത്ഥമായി ആഖിറത്തിന് വേണ്ടി അവർ ചെയ്തിട്ടുള്ള എന്തെല്ലാം നന്മകളുണ്ടോ അതിനൊക്കെയും അല്ലാഹു ഇരു ലോകത്തും അർഹമായ പ്രതിഫലം അവർക്കും നമുക്കും ഒക്കെ അല്ലാഹു നൽകുമാറാകട്ടെ. എന്തെങ്കിലും തരത്തിലുള്ള അറിവില്ലായ്മ കൊണ്ട് ഏതെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെയും അല്ലാഹു മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശിഷ്ടകാലങ്ങളിലെങ്കിലും പരിപൂർണമായിട്ടും അല്ലാഹു റബ്ബുൽ ആലമീനെ കൂടുതൽ വഴിപ്പെട്ട് അറിഞ്ഞ് അടുത്തുകൊണ്ട് അനുഗ്രഹീതമായ മഹല്ലുകൾക്ക് വേണ്ടി, പള്ളികൾക്ക് വേണ്ടി, മദ്രസകൾക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ നമുക്കും നാമുമായി ബന്ധപ്പെട്ട നമ്മുടെ ശബ്ദം ശ്രവിക്കുന്ന ആരെല്ലാം എവിടെയെല്ലാം ഉണ്ടോ അവർക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. إنما يعمر مساجد الله من آمن بالله إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين. അതാ ക്വാളിറ്റി. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പള്ളിയുടെ ഖാദിമീങ്ങൾ, ആ ഖാദിമീങ്ങളാകുന്ന ആളുകളിൽ ഉണ്ടാകേണ്ട ഗുണങ്ങൾ, അവരാരായിരിക്കണം, അവരെങ്ങനെയായിരിക്കണം, അവരിൽ ഉണ്ടാകേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് അവർ സൂക്ഷിക്കേണ്ടത്, എന്തൊക്കെയാണ് അവർ മുറുകെ പിടിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് വിഭാഗത്തിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഈ രണ്ട് വിഭാഗത്തിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണേ. ആ രണ്ട് വിഭാഗത്തിനെയും എണ്ണിക്കൊണ്ട് പറഞ്ഞു, ഈ രണ്ട് വിഭാഗം ഖൈറായി കഴിഞ്ഞാൽ സലുഹൽ ഉമ്മത്ത് മുഴുവനും ശരിയായി, ഉമ്മത്ത് മുഴുവനും രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സിൻഫാനി മിൻ ഉമ്മത്തി ഇദാ സലുഹൽ ഉമ്മത്തു കുല്ലഹാ. രണ്ട് വിഭാഗം ആളുകൾ ഇദാ സലുഹു, അവരെ നന്നായി കഴിഞ്ഞാൽ സലുഹന്നാസ്, ജനങ്ങൾ മുഴുവനും നന്നായി. വഇദാ ഫസദു ഫസദന്നാസ്, അവര് പിഴച്ചു പോയാൽ ജനം മുഴുവനും പിഴച്ചുപോയി. പറഞ്ഞത് ആരെ കുറിച്ചാണെന്നറിയുമോ? അൽ ഉലമാഉ വൽ ഉമറാഉ. മറ്റൊരു ഹദീസിൽ കാണാം അൽ ഉമറാഉ വൽ ഫുഖഹാഉ. ഈ സംസാരിക്കുന്ന ഈ പാവപ്പെട്ടവൻ ഉൾപ്പെടെ, ഈ പള്ളിയിൽ ഉൾപ്പെടെ ഖിദ്മത്ത് ചെയ്യുന്ന ഉലമാക്കൾ, ഉസ്താദുമാർ ഉൾപ്പെടെ, ദീനിന്റെ ഖാദിമീങ്ങളായ മുഅല്ലിമീങ്ങൾ ഉൾപ്പെടെയുള്ള ഉലമാ സമൂഹത്തിനെയാ രണ്ടാമത് പരിപാലന സമിതിക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന, പരിപാലകരാകാൻ പരിശ്രമിക്കുന്നവരും പരിശ്രമിച്ച് കഴിഞ്ഞു പോയവരും സമൂഹത്തിൽ ഉമ്മത്തിന്റെ ഇമാറത്തിന് വേണ്ടി, ഖിദ്മത്തിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ആരാണോ ഉമറാക്കളെയും സൂചിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈ രണ്ട് വിഭാഗം നന്നാകാത്തിടത്തോളം ആ ജനത നന്നാവൂല. അവരുടെ പാഴായി പോകുന്ന ഏതെല്ലാ കാര്യങ്ങളുണ്ടോ അതിന്റെ ഉത്തരവാദി രണ്ട് വിഭാഗമായിരിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. വലിയ ഉത്തരവാദിത്തമാണ് ഉലമാക്കളായ ഞാനും നിങ്ങളും ഉൾപ്പെടെ എല്ലാവർക്കും. എല്ലാവരും എന്ന് പറയില്ല, പ്രത്യേകിച്ച് ഉലമാക്കളും ഉമറാക്കളും ഉസ്താദുമാര്, പൊതുജനങ്ങൾ, നിങ്ങൾ വലിയ പ്രതീക്ഷയോടെ ഏൽപ്പിച്ചിട്ടുള്ള ദീനിന്റെ ഖാദിമീങ്ങളായി പള്ളികളിൽ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉലമാക്കൾ, മുഅല്ലിമീങ്ങൾ, മുദരിസുമാർ, അതേപോലെ പൊതുജനം അവരവരുടേതായ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പരിശുദ്ധമായ പള്ളികൾ പടച്ചറപ്പിന്റെ ദീനിന്റെ മാർഗത്തിൽ നിലനിർത്തി കിട്ടുവാൻ സമയം കിട്ടാത്തതുകൊണ്ട്, എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന പരിപാലന സമിതിയാകുന്ന ഉമറാക്കൾ, അതേപോലെ പൊതുസമൂഹത്തിൽ പൊതുസമൂഹത്തിന്റെ നേതാക്കളായി വരുന്നവർ, പള്ളിയിൽ മാത്രമല്ല പൊതുസമൂഹത്തിന്റെ നായകത്വത്തിലേക്ക് വരുന്നവർ, ഇവർ രണ്ടുപേരും വലിയ വലിയ ഭാരമാണ് തലയിൽ ചുമക്കുക. ആ ഭാരം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് പള്ളികൾ കൊണ്ട് ലക്ഷ്യമാക്കപ്പെടുന്ന സമറത്ത്, അതിന്റെ ഫലങ്ങൾ നാട്ടിൽ
ഫലിച്ചു കാണുന്നത്, നാട്ടിൽ പ്രകടമായി കാണുന്നത് അപ്പോഴാണ്. പള്ളിയുടെ പരിപാലനങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ പലരും മനസ്സിലാക്കിയിരിക്കുന്നത് പള്ളി എന്ന് പറയുന്ന വലിയൊരു കെട്ടിടം, ഈ വലിയൊരു കെട്ടിടവും ഇതിന്റെ അനുബന്ധമായ കുറെ ബ്രാഞ്ചുകളും അല്ലെങ്കിൽ മദ്രസകളും അനുബന്ധ സംരംഭങ്ങളും ഇതിനെ പരിപാലിക്കുക എന്നതാണ്, അതായത് ഈ കെട്ടിടങ്ങളും ഇതിന്റെ സൗകര്യങ്ങളെയും പരിപാലിക്കുക എന്നതാണ് എന്ന് മനസ്സിലാക്കുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന് വലിയൊരു കമ്മിറ്റിയുടെ ആവശ്യമൊന്നുമില്ല. ഉണ്ടോ? കാരണം ഇതിനേക്കാളും വലിയ സംരംഭങ്ങൾ, വലിയ വലിയ സ്ഥാപനങ്ങൾ, ആയിരക്കണക്കിന് തൊഴിലാളികൾ തൊഴിലെടുക്കുന്ന, വ്യത്യസ്തമായ മേഖലകളിൽ വ്യാപിച്ചു നിൽക്കുന്ന വലിയ മഹാസംരംഭങ്ങളും വലിയ കെട്ടിടങ്ങളും ഒറ്റയ്ക്ക് നിയന്ത്രിക്കുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട്. അതിനുള്ള സാങ്കേതിക വിദ്യയും കഴിവും പ്രാപ്തിയുമുള്ള എത്രയോ ആളുകളുണ്ട്. ഒരു കെട്ടിടവും അതിന്റെ അനുബന്ധ സൗകര്യങ്ങളും സംരംഭങ്ങളും അതിനെ പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ലക്ഷ്യമാക്കപ്പെടുന്നത് പടച്ചറബവന്റെ പള്ളികളിലൂടെ, മഹല്ലുകളിലൂടെ ലക്ഷ്യമാക്കുന്ന കുറെ ലക്ഷ്യങ്ങളുണ്ട്. സാമൂഹിക നവോത്ഥാന പ്രവർത്തനങ്ങളുണ്ട്, സേവന പ്രവർത്തനങ്ങളുണ്ട്. ക്ഷാമത്തിലും ക്ഷേമത്തിലും സത്യവിശ്വാസികളെയും പൊതുസമൂഹത്തിലെയും അതിന്റെ അംഗങ്ങളെയും നാട്ടുകാരെയും ഒക്കെ പരമാവധി അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഉപകാരങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ദീനിന്റെ മനോഹരമായ സുന്ദരമായ ഒരു കാഴ്ച നിലനിർത്തുന്ന ഗേഹങ്ങളായി പള്ളികൾ നിലനിർത്തപ്പെടണം. അതിന്റെ ഉത്തരവാദികൾ ഒന്ന് ഈ സംസാരിക്കുന്ന ഞാൻ ഉൾപ്പെടെ, ഓരോ മുഅല്ലിമീങ്ങളും മുദരിസുമാരും പള്ളിയുടെ ഖാദിമീങ്ങൾ ഉൾപ്പെടെ പരിപാലകരും ഇമാമുമാരും എല്ലാവരും തുല്യ പങ്കാളികളാണത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകൾ കുറവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പാപങ്ങളും വീഴ്ചകളും സംഭവിക്കാത്ത ആരുമില്ല. പിച്ചവെച്ച കാലം മുതൽ പുതിയ പുതിയ അറിവുകൾ, പുതിയ പുതിയ തിരുത്തലുകൾ മുമ്പിൽ വരുമ്പോൾ ആ തിരുത്തലുകൾ ഉൾക്കൊണ്ടുകൊണ്ട് വരും ഭാവിയിൽ വീഴ്ചകളില്ലാതെ തിരുത്തലുകൾ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്നത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കതിൽ ഒരു തരത്തിലും നാണിക്കേണ്ട, മടിച്ചു നിൽക്കേണ്ട ഒരു കാര്യമില്ല. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഏത് വിട്ടുവീഴ്ചയും ഏത് തരത്തിലും പരിശുദ്ധ ദീനിന്റെ പള്ളികൾ പാലിക്കപ്പെടേണ്ട മര്യാദകൾ, അവിടെ സ്വീകരിക്കപ്പെടേണ്ട നിലപാടുകൾ, അവിടെ സ്വീകരിക്കേണ്ട സൂക്ഷ്മതകൾ 15 കാര്യങ്ങൾ ഉലമാക്കൾ എണ്ണി പറഞ്ഞു. ഇത് പള്ളിയിൽ ഇതാണ് നടക്കേണ്ടത്, പള്ളിയിൽ നടക്കേണ്ടത് ഇന്ന കാര്യങ്ങളാണ്, ഇന്ന കാര്യങ്ങൾ നടക്കാൻ പാടില്ല എണ്ണി പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു ആഴ്ചകളിലൊക്കെ നമുക്ക് പറയാം. അല്ലാഹു റബ്ബുൽ ആലമീൻ കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ മനസ്സിലാക്കി അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പള്ളിയിൽ എത്തിച്ചേരുന്ന ഓരോ വിശ്വാസികളും അതേപോലെ തന്നെ വിവിധങ്ങളായ മഹല്ലുകളിൽ പള്ളികളിലൊക്കെ അംഗമായിട്ടുള്ളവർ എല്ലാവരും മനസ്സിലാക്കുക, ഓരോ നാടുകളിലെയും പള്ളികൾ വ്യത്യസ്തമല്ല. എല്ലാ പള്ളികളെയും ഹുക്കുമും ഹുർമത്തും എല്ലാം ഈ പറഞ്ഞതുപോലെ. ആകെ പ്രത്യേകത മക്കയ്ക്കും മദീന, മസ്ജിദുൽ ഹറം, മസ്ജിദുൽ നബവി, ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ അഖ്സ ഒഴികെ ലോകത്തെ എല്ലാ പള്ളികളും ഒരേ സ്ഥാനത്തിലാണ്. ജുമാ ഉള്ളതും ജുമാ ഇല്ലാത്തതും എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതിനെല്ലാം ചെയ്യുന്ന ഖിദ്മത്തിന് ഒരേ പ്രതിഫലമാണ്. ആളും സാമ്പത്തികവും ഉണ്ടെങ്കിൽ അതിനെ പരിപാലിക്കാൻ ആള് കൂടുന്നതാണ് നമ്മൾ കാണുക. ആളും സൗകര്യവും ഇല്ലാത്ത സ്ഥലങ്ങളിൽ, സാമ്പത്തിക ബാധ്യതകൾ നിറവേറ്റാൻ ഒട്ടുമേ മാർഗമില്ലാത്ത സ്ഥലങ്ങളിൽ പരിപാലനത്തിന് ആരും ഉന്തും തള്ളും ഒന്നും ഉണ്ടാക്കാത്ത ദയനീയ കാഴ്ചയും കാണുന്നൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക. ലോകത്തുള്ള എല്ലാ പള്ളികൾക്കും ഖിദ്മത്തിന് ഒരേ കൂലിയാണ്. ഹൂറുൽ ഈങ്ങളുടെ വിവാഹത്തിന്റെ മഹർ എന്തെന്ന് ചോദിച്ചാൽ ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞു, കൻസുൽ മസാജിദി വ ഇമാറത്തുഹ, പള്ളി തൂത്തു വൃത്തിയാക്കൽ. മുഅദ്ദിന്റെ ജോലി, തൂപ്പിന് ചേൽപ്പിച്ച ആളിന്റെ ജോലി എന്ന് വിചാരിക്കുന്നവരുണ്ട്. സ്വർഗത്തിൽ പോവാൻ നിൽക്കുക, ആഖിറത്തിലെത്തിയിട്ട് ഹൂർലീങ്ങളോടൊപ്പം കഴിയാൻ നിൽക്കുക. ഹബീബുനാ റസൂലുള്ള പറഞ്ഞു, അള്ളാഹിന്റെ റസൂലിന്റെ വചനങ്ങളെ ആധാരമാക്കി സയ്യിദുനാ ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞു, ആഖിറത്തിൽ ഹൂർലീങ്ങളെ കിട്ടുമ്പോൾ അവർക്ക് മഹർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല മഹർ എന്താണെന്നറിയോ? പള്ളി തൂത്ത് അടിച്ചു വൃത്തിയാക്കിയ ആ വൃത്തിയാക്കിയ ക്രമമുണ്ടല്ലോ, അത് നാളെ മഹറായിട്ട് വരും. ഇമാറത്തുഹ, പള്ളിയുടെ പരിപാലനം നാളെ ആഖിറത്തിലെ ഹൂർലീങ്ങളുടെ മഹറായി കിട്ടുമെങ്കിൽ പള്ളിയുടെ ഖിദ്മത്ത് ആരാ നിർവഹിക്കേണ്ടത്? ഞാൻ നിർവഹിക്കണം. എല്ലാവരും അതിന്റെ ഖാദിമീങ്ങളാകണം. ഒരു പൊടി കടന്നാൽ ആള് വരട്ടെ എന്നല്ല, കാണുന്നവൻ എടുത്തു മാറ്റണം. 40 കൊല്ലത്തെ ഇബാദത്ത് നഷ്ടപ്പെട്ടു പോകും അറിഞ്ഞുകൊണ്ടൊരു പൊടി അവിടേക്ക് വലിച്ചെറിഞ്ഞാൽ. അള്ളാഹു കാക്കുമാറാകട്ടെ, തിരിച്ചറിവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരുണ്യവാനായ റബ്ബിന്റെ അനുഗ്രഹീത ഭവനങ്ങളെ വേണ്ടതുപോലെ ഉൾക്കൊണ്ട് മനസ്സിലാക്കി അതിന്റെ ഖാദിമീങ്ങളായി ജീവിച്ചു മരിക്കാൻ, നാളെ ആഖിറത്തിലെ അർശിന്റെ തണൽ ലഭിക്കുന്ന സജ്ജനങ്ങൾ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.